അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തഖ്വയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ ജലീൽക്ക, നമ്മൾ എന്താണ് ഈ തഖ്വ എന്ന് പറയുന്നത്? തക്കുവ എന്നുള്ളതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? തഖ്വ എന്ന് വാക്കിന്റെ അർത്ഥം എന്താണ്? വാക്കിൻ്റെ അർത്ഥത്തിൽ ചിലപ്പം ഭയഭക്തി എന്നോ അല്ലെങ്കിൽ സൂക്ഷിക്കാന്നോ അങ്ങനെ പല രൂപത്തിൽ പറയപ്പെടുന്നുണ്ട്. ഭയഭക്തി എന്ന് പറഞ്ഞാൽ ഭയവും ഭക്തിയും. ഉം. അപ്പോൾ ഭയഭക്തി എന്ന് സാധാരണഗതിയിൽ പരിഭാഷപ്പെടുത്തുന്നതാണ്. ഉം. ഈ പരിഭാഷ അല്ലെങ്കിൽ പരിഭാഷ ക്ലിയർ അല്ല, പരിഭാഷ കൃത്യമല്ല. ഉം. കാരണം ഖുർആനെ പരിഭാഷപ്പെടുത്താൻ ഖുർആൻ്റെ ഒരു പദപ്രയോഗമാണത്. അപ്പോൾ ഖുർആൻ്റെ പദപ്രയോഗത്തിന് കൃത്യമായ പരിഭാഷ ഇല്ല. അതിനെ തഖ്വ എന്ന് തന്നെ നമുക്ക് വിവക്ഷിക്കാൻ പറ്റുള്ളൂ. തഖ്വ എന്ന് പറഞ്ഞാൽ അതെന്താന്ന് വെച്ചാൽ തഖ്വയാണ്. ഉം. അപ്പോൾ നമ്മൾ റമളാൻ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ റമളാൻ്റെ എന്തിനാണ് ഈ നോമ്പ് എന്നുള്ളത് ചോദിച്ചാൽ അത് തഖ്വയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. ഉം. റമളാൻ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഉം. 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 അതായത് ഈ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഉം. തഖ്വയ്ക്ക് വേണ്ടിയാണ്. തഖ്വയെ ഉം. കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് നമ്മൾ നോമ്പ് കൊണ്ട് നമ്മൾ തഖ്വ കിട്ടുക എന്ന് പറയുമ്പോൾ, തഖ്വ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോമ്പിലൂടെ ഉണ്ടായിത്തീരുന്നത് തഖ്വയാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് ഉണ്ടാവുക, അല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭക്തി ഇപ്പം സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും അയാളുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഇന്ന രാസ പ്രക്രിയയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരിക്കാൻ പറ്റിയ കാര്യമാണോ ഭക്തി? അങ്ങനെ വിവരിക്കുന്ന തരം ഇതുണ്ട്, അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല ഭക്തി കൊണ്ട് ഈ തഖ്വ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഖുർആൻ പല സ്ഥലത്തും ഈ ഇതിനെ അടിസ്ഥാനമായ പദത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളെ നഫ്സുകളെയും നിങ്ങളെ കുടുംബങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഖൂ ഇത് തന്നെയാണ് ഖൂ എന്ന് പറയുന്ന ആ നമ്മൾ സാധാരണ പറയുമ്പോൾ തഖ് എന്നുള്ള ഒരു വിഷയം പറയും. അപ്പോൾ ഈ തഖ്വ എന്ന് പറയുന്നത് ഇതേ വിഷയത്തിൽ നിന്നാണ്. നമ്മൾ ഖുർആനിൽ ഖൂ എന്ന് പറഞ്ഞപ്പോൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു പദവുമായി ബന്ധപ്പെട്ട് ഒരു മലയാളത്തിലെ അങ്ങനെ ഒരു അർത്ഥവുമായി ബന്ധപ്പെട്ടിട്ടാണ് തഖ്വക്ക് കൂടുതൽ. അത് പരിഭാഷയല്ല, പക്ഷെ പരിഭാഷ ആവൂല. അപ്പോൾ നമ്മൾ അള്ളാഹു എന്നുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ സദാസമയം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക, സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണയിലാകുക, അതിനോടുള്ള ആ സൂക്ഷ്മത, അതിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സ്മരണ എന്ന് പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിനെ കുറിച്ചൊരു സ്മരണ, നമ്മളിപ്പോൾ സ്മരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓർമ്മിക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ അതിൽ? ഓർമ്മിക്കുക എന്ന് പറയുന്നതും സ്മരണയിൽപ്പെട്ടത്. അത് കഴിഞ്ഞു പോയൊരു സംഗതിയെ ഓർമ്മിക്കുക. കഴിഞ്ഞു പോയ സംഗതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് എല്ലാ ആത്മാക്കളെയും അള്ളാഹു വിളിച്ച് കരാറ് ചെയ്തു. അപ്പം സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞു. അപ്പം അതാണ് മനുഷ്യനാകെ ഇവിടെ സ്മരിക്കാനുള്ളത്, അവിടെ അള്ളാഹുവുമായിട്ട് ചെയ്ത കരാർ. അപ്പം ഈ അള്ളാഹുവുമായിട്ട് കരാറ് ചെയ്തിരുന്ന സമയത്ത്, ഈ കരാറ് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവുമായിട്ട് ചേർന്ന് കിടന്നൊരു അവസ്ഥ ഉണ്ടായി മനുഷ്യൻ അള്ളാഹുവുമായിട്ട്. ആ അവസ്ഥയെ ഇവിടെയും സൂക്ഷിക്കുക എന്നതാണ് ഇതിൽ നിന്നൊക്കെ വരുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ ആശയതലം. അപ്പം ആ ഒരു സ്മരണ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയൊരു സംഗതിനെ സ്മരിക്കുക എന്നതാണ് സ്മരണ എങ്കിൽ, ആകെക്കൂടി ആ ദിക്ർ എന്ന് ഒരു അർത്ഥത്തിൽ പറയും. അത് ആകെക്കൂടി ദിക്ർ ചെയ്യാനുള്ളത് എങ്ങനെയാണോ അള്ളാഹുവുമായി ചേർന്ന് കിടന്നത്, അള്ളാഹുവുമായിട്ട് ലയിച്ചു കിടന്നത് ആത്മാവ്, അത് അള്ളാഹു എന്ന് പറയുമ്പോൾ അത് ആ മനുഷ്യനിൽ തന്നെയുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ എന്നാണ് ചോദിച്ചത്. നിങ്ങളിൽ തന്നെ ഉണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല എന്നാണ് ചോദിച്ചത്. അപ്പം നിങ്ങളുടെ കരണഞരമ്പിനേക്കാളും അടുത്തുണ്ട്. മിൻ ഹബിലിൽ വരീദ്, നിങ്ങളെ കരണഞരമ്പിനേക്കാളും നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മനുഷ്യനിലേക്ക് അവൻ്റെ കരണഞരമ്പിനേക്കാളും ഏറ്റവും അടുത്താണെന്ന്. അപ്പം അത് മനുഷ്യനിൽ തന്നെ, അവനിൽ തന്നെ ഓരോരുത്തരിലും ഉള്ള ഒരു അവൻ്റെ ഇന്നർ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ അള്ളാഹു എന്നതിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവുമായിട്ട് ചേർന്ന് കിടന്നിരുന്ന, ആ ചേർന്ന് കിടക്കുക എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ആ ചേർന്ന് കിടക്കുന്ന അവസ്ഥകളെ എങ്ങനെ ഈ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം എന്ന് പറ്റും. അപ്പം നമ്മൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ടൊരു സംഗതിയിലാണ് നമ്മൾ തഖ്വയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നോമ്പിൽ നമ്മളെങ്ങനെ സൂക്ഷിക്കുക?
നോമ്പിൽ ഈ സൂക്ഷ്മത അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെ? നോമ്പില് നോമ്പ് അള്ളാഹുവിനെ ഈ ഫൽ സ്മരണ യസും. ഇപ്പോൾ ഖുർആൻ പറഞ്ഞു ഫൽ യസും, നിങ്ങൾ വ്രതം നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഈ നോമ്പ് എന്ന് പറയുന്നത്, നോമ്പ് പിടിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ അവിടെ പിടിച്ചു വെക്കുക ഫൽ യസും എന്ന് പറഞ്ഞാൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ അപ്പം ഫമൻ ഷഹിദ മിൻകും ഷഹ്റ, ഈ മാസത്തിന് ആരെങ്കിലും സാക്ഷിയായാൽ ഫൽ യസും, ഓന് പിടിച്ചു കൊള്ളട്ടെ. അത് സുംഹ് എന്നുള്ള ഒരു പദമാണ് അവിടെ ഖുർആൻ. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പിടിച്ചു വെക്കുന്നത്? അപ്പൊ ഈ ഒരു സംശയം, ഈ സാക്ഷിയാവുക ഇപ്പൊ പറഞ്ഞു ജലീൽക്ക, ആ നോമ്പിന് സാക്ഷിയാവുന്നതോടുകൂടി അവൻ അത് ആ പിടിച്ചു വെക്കുക ഒരു പരിപാടി നടക്കുന്നതാണ്. അതായത് ആ സാക്ഷിയായ അവസ്ഥയെ അവൻ സാക്ഷിയായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഖുർആനിലെ ഇപ്പൊ ഈ മനുഷ്യൻ കരാറ് ചെയ്ത അവസ്ഥയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫഷ്ഹദഹും അല അൻഫുസിഹിം ഖാലു ബല ഷഹിദിന അലസ്തുബി റബ്ബിക്കും ഖാലു ബല ഷഹിദിന. അപ്പോൾ അവിടെ അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ ലാസ്റ്റിലും പറഞ്ഞ് ഷഹിദിന, സാക്ഷ്യം വഹിക്കുക. അപ്പോൾ ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അവൻ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയിൽ ആ സാക്ഷ്യം വഹിച്ച അവസ്ഥയെ പരമാവധി അതിനെ കീപ്പ് ചെയ്യട്ടെ, അതിനെ സൂക്ഷിക്കട്ടെ, ആ അവസ്ഥയിൽ നിലനിൽക്കാൻ പരമാവധി ശ്രമിക്കട്ടെ എന്നാണ് തഖ്വ ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയാണോ അവൻ ഈ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് ദൈവികമായ സന്നിധിയിൽ ഉണ്ടായിരുന്നത്, അതായത് ദൈവികമായ സന്നിധി എന്ന് പറയുമ്പോൾ നമ്മൾ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവുമായി ചേർന്ന് കിടന്നിരുന്ന ദിവസങ്ങൾ, അള്ളാഹുവിനോട് ചേർന്ന് കിടന്നിരുന്ന ദിവസങ്ങൾ എന്ന് പറയും. ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട അയ്യാമുകൾ എന്ന് പറഞ്ഞാൽ അയ്യാമുഷഇൻ, ഖുർആൻ അയ്യാമുഷഇൻ എന്ന് പറയും. ആ അയ്യാമുഷഇൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള അള്ളാഹുവിൽ അവർ ചേർന്ന് കിടന്നിരുന്ന, അള്ളാഹുവുമായി ലയിച്ചു കിടന്നിരുന്ന ദിവസങ്ങൾ. ആ ഈ അയ്യാമുകൾ എന്ന് പറയുന്നത് പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ആണ്. ഈ അതിലൂടെയാണ് അവൻ അള്ളാഹുവുമായിട്ട് സാക്ഷ്യപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സാക്ഷ്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയെ പരമാവധി ഓരോ സെക്കൻഡുകളും മുറിയാതെ അത് ആ ഹക്ക്, അതിൻ്റെ ആ നൂറ്, ആ തജല്ലിയാത്തുകളുടെ ആ നൂറുകളെ ഒരു സമയവും അവനിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങളുടെയോ മറ്റോ വിഷയങ്ങളിലേക്ക് മാറി അതിൽ നിന്നും ശ്രദ്ധ തെറ്റാത്ത രീതിയിൽ പൂർണ്ണമായും അതിനെ പിടിച്ചു നിൽക്കുക, ആ അവസ്ഥയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവൻ ബൈഅത്തുകൾ. അതിൽ ഇന്നമാ യുബായുനക യുബായുനുള്ള അള്ളാഹുവുമായിട്ട് ബൈഅത്തിലേക്ക് ചേർന്ന ആ സമയത്തെ അവൻ പരമാവധി ആ അവസ്ഥയിലായി സദാസമയം പിടിച്ചു നിൽക്കുക എന്നതാണ് ഫൽ യസും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അർത്ഥം. പക്ഷെ നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോൾ നോമ്പിൽ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ വെടിയുക എന്ന് പറയുമ്പോൾ അന്നപാനീയങ്ങൾ എന്ന് പറയുന്നത് ആത്മീയമായ അർത്ഥത്തിൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പം ഈ ഭക്ഷണങ്ങളും മറ്റ് വിചാരങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവുമായിട്ടുള്ള ആ ലയിച്ചു കിടക്കുന്ന, ചേർന്ന് കിടക്കുന്ന ആ സമയത്തിൻ്റെ അവസ്ഥയിൽ തന്നെ പരമാവധി തുടരുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം തഖ്വ എപ്പോഴും എന്താണ്, ഒരു ആ സൂക്ഷിക്കുക, ആ അവസ്ഥയെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് തഖ്വ കൊണ്ട് നമ്മൾ. അതല്ലാതെ അത് സാധാരണഗതിയിൽ നമ്മൾ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെ ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്നതിന് ഒരുപാട് പേടിക്കുക എന്നുള്ളതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. കാരണം എന്തിനാണ് പേടിക്കുന്നത്? കാരണം ഇതെപ്പോഴും അവനവന് തന്നെ ഉള്ളൊരു പ്രക്രിയയാണ്. കാരണം ഇതിൽ നിന്ന് ഒഴിഞ്ഞ് അള്ളാഹു ഇല്ലാത്തൊരു സമയം നിങ്ങൾക്ക് ഒരു ബാത്റൂമിലാണെങ്കിലോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സമയത്തിലാണെങ്കിലോ അള്ളാഹുവിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാവുന്ന ഒരു സമയം കിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ സദാസമയവും നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം, എവിടെയാണ് നിങ്ങളിൽ അള്ളാഹു ഇരിക്കുന്നത്, അള്ളാഹു നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് അവസ്ഥയിലാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുക എന്നുള്ളത് മാത്രമാണ് തഖ്വ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്.